അതെ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പോൾ നമ്മൾ 1Kയിലോട്ട് ആമയിടയുന്ന പോലെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ആയിട്ട് ഷെയർ ചെയ്തോ, കമൻ്റ് ഇട്ടോ. നമ്മൾ 1K ആകുമ്പോൾ നമുക്കൊരു ഗീവ് അവേ കൊടുക്കാം, വളരെ കുഞ്ഞൊരു ഗിഫ്റ്റ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. 1K ആകുമ്പോൾ നമുക്ക് ഗീവ് അവേ കൊടുക്കാം. എന്തായാലും ഒരു കുഞ്ഞു ഗീവ് സ്റ്റാർട്ടിങ്ങല്ലേ. എനിക്കിതിൽ നിന്നൊന്നും കിട്ടുന്നില്ലല്ലോ, എൻ്റെ കൈമണിയിൽ നിന്നല്ലേ, എൻ്റെ അല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈമണിയിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ രാവിലെ ഇതാ ഫ്രിഡ്ജിൽ നിന്നെല്ലാം സാധനങ്ങൾ തണുക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ കട്ട് ചെയ്ത് തലേദിവസം വെക്കും കേട്ടോ. കാരണം ഇൻ കേസ് നമ്മൾ ലേറ്റായി പോയി എണീറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിൽ പച്ചടി, നമ്മൾ തടിയങ്ക പച്ചടിക്ക്, ചോറിന്, പിന്നെ ഇടിയപ്പത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതായത് കുഴയ്ക്കാൻ വെള്ളം വേണമല്ലോ. അപ്പോൾ എനിക്ക് രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ജനലെല്ലാം തുറന്നിടണം. അതിലാണ് എൻ്റെ ഒരു സന്തോഷം. പക്ഷേ എൻ്റെ ഏട്ടൻ നേരെ തിരിച്ചാണ്. ഞാൻ ഈ തുറന്നിടുന്ന ജനലെല്ലാം എണീറ്റ് വരുമ്പോൾ ഓരോ അരുവിയിൽ നിന്ന് അടച്ചടച്ച് വരും. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഇന്ന് എനിക്ക് യാതൊരു മടിയില്ലാണ്ട് ഞാൻ കാലത്ത് തന്നെ എണീറ്റിട്ടുണ്ട്. ഓരോ പണികളായിട്ട്, അതായത് എന്തോന്നു, നേരത്തെ എല്ലാം രാവിലെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു. എന്നും ഒരുപോലെ ഇരുന്നാൽ എനിക്ക് ബോറടിക്കും. കാരണം എൻ്റെ എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ലേ. അപ്പോൾ ചില ദിവസം ഞാൻ രാവിലെ എണീറ്റ് വർക്കൗട്ടൊക്കെ ചെയ്യും. ചില ദിവസം രാവിലെ എണീക്കണോ വേണ്ടതെന്ന് തന്നെ ഞാൻ ആലോചിച്ച് ഈ അലാറം 5 മണിക്കല്ല ഗൈസ്, 4 മണിക്ക് വെക്കും. അടുത്ത 4:30, അത് കഴിഞ്ഞ് 5, അത് കഴിഞ്ഞ് 5:30, അത് കഴിഞ്ഞ് 6, 6:30, അത് കഴിഞ്ഞ് ഒരെണ്ണം ഉണ്ട് 7 മണിക്ക്. കാരണം 7 മണിക്ക് ഞാൻ മേടിൽ കയറി വന്നാലേ എൻ്റെ കുട്ടിക്ക് പറഞ്ഞു വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ എൻ്റെ അലാറം ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും. ചിലപ്പോൾ ഈ 6:30 വരെയും അലാറം കേൾക്കും, ഓഫ് ചെയ്യും, അലാറം കേൾക്കും, ഓഫ് ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കാൻ പാടില്ലല്ലോ. എങ്ങനെ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ നിരന്തരം അലാറം വയ്ക്കണ ആരെങ്കിലും. ഞാൻ പക്ഷേ എപ്പോൾ എണീറ്റാലും കുട്ടിക്ക് ഞാൻ ചോറ് കൊടുത്ത് വിടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് തടിയങ്ക ഞാൻ പച്ചടിക്ക് വെച്ചിട്ടുണ്ട്, ചോറിന് വെച്ചു. അപ്പോൾ നമ്മുടെ പരിപാടികൾ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് എരിശ്ശേരിയാണ് കേട്ടോ. കുട്ടിക്ക് ഞാൻ ലഞ്ച് ബോക്സിൽ കൊടുത്തിട്ടപ്പോൾ ഒരാളൊരു കമൻറ്റ് ഇട്ടു, എരിശ്ശേരിയാണോ എലിശ്ശേരിയാണോ എന്ന്. അതിൽ ഞാൻ വോയിസ് ഓവർ കേട്ട സമയത്ത് ഞാൻ പറയുന്ന സമയത്തും എലിശ്ശേരി എന്നാണ് കേട്ടത്, എരിശ്ശേരി എന്നാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ ചമ്മന്തിക്കറി, ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ന് തന്നെയാണ് ഇട്ടത്. 1 മണിക്കല്ല 1:30 നമുക്കൊരു വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി. അത് കഴിഞ്ഞ് നമ്മുടെ ഇടിയപ്പമൊക്കെ ആയി. അപ്പോൾ 1 by 1 ആയിട്ട് എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടിടിയപ്പം, ചില സ്ഥലത്ത് നൂലപ്പം എന്ന് പറയാറുണ്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേയിലൊക്കെയായി. ഇപ്പം ഏകദേശം എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ ഇനി നാളെ കാണാം. ബൈ.